Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഒരു മോണിറ്ററാണ്. ഈ മോണിറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രാഫിക് ഡിസൈൻ വർക്കുകളും അതുപോലെ വീഡിയോ എഡിറ്റിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മോണിറ്ററാണിത്. അപ്പോൾ ഇപ്പോൾ ഇത് ആമസോണിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ, ഞാൻ പൊട്ടിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ഒന്ന് തുറക്കാം. ഓക്കെ, വളരെ വലിയൊരു പെട്ടിക്കകത്താണ് ഇത് വന്നേക്കുന്നത്. വലിയ ഒരു പെട്ടിക്കകത്താണ് സംഭവം കിട്ടിയേക്കുന്നത്. നമുക്ക് ഇതിന്ന് അതിന് പുറത്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. തിരിച്ചു വയ്ക്കാം. കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്റർ. BenQ എന്ന് പറയുന്ന കമ്പനിയുടെ മോണിറ്ററാണ്. 24 ഇഞ്ച് മോണിറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ ഇവിടെ ഒരു തെർമോക്കോളിൻ്റെ പീസായിരിക്കും വരുന്നത്. നമുക്കിത് പതുക്കെ പുറത്തോട്ട് എടുക്കാം. ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വന്നേക്കുന്നത് ഒരു VGA കേബിളാണ്. VGA കേബിൾ ഫസ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ പവർ അഡാപ്റ്റർ തന്നിട്ടുണ്ട്. മോട്ടറിൻ്റെ പവർ അഡാപ്റ്ററാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡും യൂസർ മാനുവലും ബാക്കി പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങോട്ട് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. സ്റ്റാൻഡും അതിൻ്റെ മൗണ്ട് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒന്ന് മാറ്റി വയ്ക്കാം. തെർമോക്കോൾ തുറക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ ഒരു കവറിങ്ങിൽ തന്നിട്ടുണ്ട്. നമുക്കത് പതുക്കെ ഒന്ന് പൊക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൈസുണ്ട്. 24 ഇഞ്ചാണ് മോണിറ്റർ. ഇത് മാറ്റ് ഫിനിഷാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഗ്ലെയർ വരത്തില്ല. നമ്മൾ സൺലൈറ്റോ അല്ലെങ്കിൽ റൂമിൽ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഗ്ലെയർ വരത്തില്ല. അപ്പോൾ കണ്ണിന് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ വളരെ തിന്നായിട്ടുള്ള ഫ്രെയിമാണ്. ബെസൽലെസ് ഫ്രെയിമാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വാൾ മൗണ്ട് ചെയ്യാനുള്ള 4 സ്ക്രൂ ഘടിപ്പിക്കാനുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പോർട്ടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 HDMI ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു VGA ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ കുറച്ച് ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ഓഫ് ബട്ടൺ, പിന്നെ അതിൻ്റെ മെനുവും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ബട്ടണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ പുറമെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ HD മോണിറ്ററാണ്, 1080p മോണിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. യൂട്യൂബിനകത്തൊരു ഫുൾ HD വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയാണ്. കാരണം ഇതാണ് ഇതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. കൊള്ളാം, വളരെ ഷാർപ്പായിട്ടുള്ളൊരു ക്വാളിറ്റി തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂസ് കാണിച്ചു തരാം. സൈഡിൽ നിന്ന് കാണുമ്പോഴും വേറെ കളർ വ്യത്യാസമൊന്നുമില്ല. വ്യൂയിങ് ആംഗിൾസൊക്കെ വളരെ നല്ലതായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വശങ്ങളിൽ നിന്നുള്ള വ്യൂ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കിതിൻ്റെ ബോക്സിൻ്റെ കൂടെ അവർ HDMI കേബിൾ അയച്ചു തന്നിട്ടില്ല. VGA കേബിൾ മാത്രമാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ HDMI കണക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ എന്താണ് ഇതിൻ്റെ കൂടെ HDMI അയച്ചു തരാത്തതെന്ന് അറിയാൻ വയ്യ. അവർ മിസ്സായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അതൊരു ആമസോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് അതിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. HDMI കേബിൾ ഇതിൻ്റെ കൂടെ അവർ തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിങ്ങിനും അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്ങിനൊക്കെ വളരെ മികച്ചൊരു മോണിറ്ററാണ്. ഞാൻ ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ അതുപോലെ ഗ്രാഫിക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ സജഷൻസ് ചോദിച്ചിട്ട് അവരാണ് ഈ ഒരു ബ്രാൻഡ് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, BenQ എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പോൾ ഡിസൈനിങ്ങിനും മറ്റൊക്കെ കളർ ആക്യുറസിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് കിട്ടുന്നത് ഇതിനകത്താണ്. ബാക്കിയുള്ള മോണിറ്റർ ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. കളറൊക്കെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കും. പക്ഷേ ഇതിനകത്താകുമ്പോഴത്തേക്ക് കറക്റ്റ് ആക്ച്വലായിട്ട് കളർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഡിസൈനിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് അവരാണ് ഈ ഒരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് ഈ മോണിറ്റർ ഇഷ്ടപ്പെട്ടു. വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു മോണിറ്റർ വാങ്ങിയപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. മോട്ടർ ആവശ്യമുള്ളവർക്ക് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
വാങ്ങാവുന്നതാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.